ഈ നൃത്തസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 ഗോപി മാഷിന്റെ ഏതാനും ശിക്ഷയിൽ ഉടലെടുത്ത ഈ ആശയം അതേ വർഷം തന്നെ ഗുരുദക്ഷിണയായി മാഷിന്റെ സാന്നിധ്യത്തിൽ മാഷിന് സമർപ്പിക്കുവാൻ സാധിക്കുകയും പിന്നീട് ഓൺലൈനായി മാഷിന്റെ പ്രശസ്തമായ നാടോടി നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. 2022-2023 വർഷങ്ങളിൽ ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയിൽ ഗോപി വസന്തം നടത്തിവരുന്നു. ഗോപിമാഷ് എന്ന കലാമണ്ഡലം ഗോപിനാഥ് 1943 കുമാരനെല്ലൂരിൽ ജനിച്ച ശ്രീ ഗോപിനാഥ് തന്റെ സ്കൂൾ ജീവിതത്തിനിടയിൽ തന്നെ കഥകളിയുമായി അഗാധമായ ബന്ധം സ്ഥാപിച്ചു. പിന്നീട് കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേർന്ന് അധ്യാപകരായിരുന്ന വാഴയുടെ കുഞ്ചുനായർ ആശാൻ, പത്മനാഭൻ നായർ ആശാൻ, രാമമൂർത്തി നായർ ആശാൻ, കലാമണ്ഡലം ഗോപി ആശാൻ, കുറിച്ചി കൃഷ്ണപിള്ള ആശാൻ എന്നീ ആശാന്മാരുടെ വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷണത്തിൽ കഥകളി അഭ്യസിച്ചു. ശേഷം സ്കോളർഷിപ്പ് വിദ്യാർത്ഥിയായും അധ്യാപകനായും 14 വർഷത്തോളം കലാമണ്ഡലത്തിൽ അന്തേവാസിയായി തുടർന്നു. കലാമണ്ഡലം ഗോപിനാഥ് എന്ന വേഷക്കാരനായി അറിഞ്ഞു തുടങ്ങിയ കാലഘട്ടത്തിൽ ശ്രീമതി മൃണാളിനി സാരാഭായി നടത്തി വന്നിരുന്ന അഹമ്മദാബാദിലുള്ള ദർപ്പണ എന്ന സ്ഥാപനത്തിൽ അധ്യാപകനായും നർത്തകനായും പല രാജ്യങ്ങളും സന്ദർശിച്ചു. തിരിച്ച് നാട്ടിലെത്തിയ അദ്ദേഹം അടയാർ രാമറാവുവിൽ നിന്ന് ഭരതനാട്യത്തിന്റെയും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയിൽ നിന്ന് മോഹിനിയാട്ടത്തിന്റെയും പാഠങ്ങൾ കരസ്ഥമാക്കി. പിന്നീട് ഗോപിമാഷ് എന്ന പേരിൽ കഥകളിയുടെ ചൂട് വിടാതെ മറ്റ് നൃത്തശാഖകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൃത്തശില്പങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയനായി. 1975-90 കാലഘട്ടത്തിൽ ബാലെ എന്നറിയപ്പെടുന്നു നിരവധി നൃത്ത നാടകങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും പലതിലും അഭിനയിക്കുകയും ചെയ്തു. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന നാടൻ നൃത്തത്തിന് പുതിയൊരു മാനം സൃഷ്ടിക്കുന്നതിൽ ഗോപിമാഷ് വഹിച്ച പങ്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നിരവധി ഗാനങ്ങളും ക്രിസ്മ നൃത്ത നാടകങ്ങളും എഴുതി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. യുവജനോത്സവ വേദികളിൽ ഗോപിമാഷിന്റെ ശിഷ്യൻ അവതരിപ്പിച്ചിരുന്ന ശൈലീകൃത നൃത്തങ്ങൾ, നാടൻ നൃത്തങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായി അദ്ദേഹത്തിന് വളരെ നീണ്ട ശിഷ്യ പരമ്പരയും വലിയൊരു ആസ്വാദകവും ഉണ്ടായതിൽ ഒട്ടും തന്നെ അത്ഭുതമില്ല. ശൈലീകൃത നൃത്തങ്ങളും നാടൻ നൃത്തങ്ങളും തമ്മിലുള്ള പാരസ്പര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും അധ്യാപകനായി തുടരുന്നതിനിടയിൽ തന്നെ എറണാകുളത്ത് ചിലവിനുള്ളിൽ ഹരകൃപ എന്ന വിദ്യാലയം ആരംഭിച്ചു. ഗോപിമാഷിന്റെ ശിഷ്യർ ഇന്നും അത് നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഉൾക്കാഴ്ചകളും നൃത്തവൽക്കരണ സമ്പ്രദായങ്ങളും കൈവിടാതെ ലോകത്തിന്റെ പല ഭാഗത്തും ഗോപിമാഷിന്റെ ശിഷ്യർ ഇന്നും അധ്യാപകരായി പ്രയോക്താക്കളായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗോപിമാഷ് എന്നും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വർഷവും ഗോപിമാഷിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മാഷിന്റെ പാഠങ്ങൾക്ക് ഗുരുപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗോപി വസന്തം എന്ന നൃത്തസന്ധ്യ ആരംഭിക്കുകയായി. ഭദ്രദീപം തെളിയിക്കുന്നതിനായി ഗോപിമാഷിന്റെ ശിഷ്യൻ ശ്രീ CP ഉണ്ണികൃഷ്ണൻ മാഷിനെയും ഗോപിമാഷിന്റെ സമകാലികൻ ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ മാഷിനെയും ഗോപിമാഷിന്റെ പ്രിയ ശിഷ്യ കലാമണ്ഡലം ഉഷാനന്ദിനി ടീച്ചറിനെയും മാഷിന്റെ പക്കമേളത്തിലെ നിത്യ സാന്നിധ്യമായ ശ്രീ RLV സന്തോഷ് കുമാർ മാഷിനെയും ഗോപിമാഷിന്റെ പുത്രൻ ശ്രീ പ്രമോദ് ഗോപിയെയും കൊച്ചുമക്കൾ ശ്രുതർ സാരഥി എന്നിവരെയും
കുറിച്ച് സംസാരിക്കുവാനായി ഗോപി മാഷിന്റെ ശിഷ്യനായ CP ഉണ്ണികൃഷ്ണൻ മാഷിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായിട്ട് അവരുടെ കൂടെ ഒരു ദിവസം പങ്കെടുക്കാൻ ചെറിയ വേഷം അവതരിപ്പിക്കാൻ അവരൊരു അവസരം തന്നില്ല. അവരോട് നന്ദി പറയുന്നത് ഗോമാഷോട് നന്ദി എന്ന് പറയേണ്ടത്, ഗോമാഷോട് ആദരവ് പറയേണ്ടത്, തിരിച്ചുവിന്റെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ്. നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളും നല്ല ഒരു ശിഷ്യബന്ധവും ഉണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചോങ്കിൽ വളരെ കുറച്ച് പേർക്ക് തന്നെ കിട്ടാറുണ്ട്. ഒന്നുകിൽ ഒരു ശിഷ്യബന്ധം പറയുന്നു, അല്ലാതെ സുഹൃത്തുക്കളും പലപ്പോഴും അപ്പം എൻ്റെ കൂടെ പറയാതെ ഒത്തില്ല. ഉദാഹരണ മാഷ് ഇന്നും വേദികളിൽ പങ്കെടുക്കുന്ന മാഷ് പുറത്തുനിന്ന് കലാമണ്ഡലത്തിലായിരുന്നതാണ്. ഞാൻ അവരുടെ കൂടെ പിന്നീട് കൂടിയതാണ്. ഇത്രയും കാലത്തെ യാത്രയിൽ പറയാനുള്ളത് ഗോമാഷ് പകർന്നു തന്നിട്ടുള്ള സമയങ്ങൾ നാട്യശാസ്ത്രത്തിൽ എന്താണെന്ന് പറഞ്ഞതെന്ന് പുസ്തകമെന്ന് പഠിക്കുമെന്ന് മനസ്സിലാക്കിയ മാഷ് ദേശാഭിനെ പറഞ്ഞതുപോലെ തന്നെ എന്നും നമ്മുടെ കൂടെയുണ്ട്. ഗോമാഷയുടെ അനുഗ്രഹം കാണട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഗോപിയേട്ടൻ്റെ ഞാൻ ഗോപിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാനുമായിട്ടുള്ള ബന്ധം കലാമണ്ഡലത്തിലെ സഹപാഠി എന്നതിൽ തുടങ്ങി പലപ്പോഴും അവസാനം ഏതാണ്ട് ഒരു ശിഷ്യൻ ആയി ഞാൻ മാറുന്നത്. 1960 കലാമണ്ഡലത്തിൽ ഞാൻ പഠിക്കാൻ ചേരുമ്പോൾ ഗോപിയേട്ടനോടൊക്കെ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ 64 എൻ്റെ തൊഴിൽ പഠനം കഴിഞ്ഞ് അവിടുത്തെ അതായി പുറത്തിറങ്ങുമ്പോൾ ഗോപിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. 64 ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് കലാമണ്ഡലത്തിൽ കേൾക്കുന്നതിന് ശേഷം വളരെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഗോപിയേട്ടൻ നൃത്തരംഗത്ത് തന്നെ തുടർച്ചയായി പല 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 ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ മറ്റൊരു ഘട്ടത്തിൽ പഠിക്കുകയും വീണ്ടും 86 എറണാകുളം വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നത്. ഫൈൻ ആർട്സുകാരുടെ ക്ലാസ് യാദൃച്ഛികമായി ഞങ്ങൾ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ഇപ്പോഴും ഈ കാലം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു. ഗോപിയേട്ടൻ കഥകളിക്കാരനാണ്. കഥകളി വേഷം ഞാൻ കണ്ടിട്ടുണ്ട്. നൃത്തക്കാരനാണ്. അതിനൊക്കെ പുറമെ നല്ലൊരു കോറിയോഗ്രാഫറാണ്. കേരളത്തിലെ നമ്പർ 1 എന്ന് തന്നെ പറയാം. നമ്പർ 1 ഈ എളുപ്പത്തിൽ പറയുന്നത് ഫോക്ക് ഡാൻസ്. ഗോപിയേട്ടൻ്റെ കിരീടം തെറിപ്പിക്കുവാൻ സാധിച്ചിട്ട് ഗോപിയേട്ടൻ ഉണ്ടായിരുന്ന ഒരു രാജപദവി ഉണ്ടായിരുന്നു ഈ ഫോക്ക് ഡാൻസ്. അതിൻ്റെ ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ. അതിൽ ഗോപിയേട്ടൻ്റെ കൂടെ ഗോപിയേട്ടൻ്റെ ശിഷ്യനാണെങ്കിൽ ഉണ്ണീകൃഷ്ണൻ മാഷൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പലർക്കുമില്ല ഗോപിയേട്ടൻ്റെ ഒട്ടനവധി കൃതികളിലും ഗോപിയേട്ടൻ ഇപ്പോൾ നമ്മൾ കളിക്കുന്ന എല്ലാ കൃതികളിൻ്റെയും കവിത രചനയിൽ ഉണ്ണി എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ പല പ്രാവശ്യം ഞാൻ നോട്ടക്കാരനായിട്ട് ദൂരമായി ഇവർ തമ്മിൽ കവിതകൾ ഇത് അന്നേരം ആ അക്ഷരം വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ കവിതകൾ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ ശക്തിയായി നിന്ന ഉണ്ണികൃഷ്ണൻ മാഷാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മാഷ് ഗോപിയേട്ടൻ്റെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ അത്യാവശ്യം ഞാൻ തുള്ളക്കാർ എന്ന നിലയിലും ഈ അഭിനയത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ട് അവസാന കാലത്ത് ഞാൻ ഗോപിയേട്ടൻ്റെ ശിഷ്യനായതുകൂടി എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഞാൻ കുറേ പ്രൊഫഷണൽ നാടകങ്ങൾ നൃത്ത സംവിധാനം ചെയ്തിട്ടുണ്ട്. KPSC ഉൾപ്പെടെ നാടകങ്ങളുടെ കോറിയോഗ്രാഫി ചെയ്തിരുന്നു. അതിനുവേണ്ടി അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ CD അവർ തന്നു കഴിഞ്ഞാൽ ചില നൃത്തങ്ങൾ ഭീമസേന നമ്മുടെ KPSC നാടകത്തിൽ പാഞ്ചാലി 5 ഭർത്താക്കന്മാരെ ഒന്നിച്ച് രസിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് അവർ തന്നു, ഞാൻ കണ്ടു. അത് അഭിപ്രായം ഗോപിയേട്ടനോടെ ചോദിച്ചു. ഗോപിയേട്ടൻ അത് എങ്ങനെയാണ്? അങ്ങനെ ഗോപിയേട്ടനാണ് പലപ്പോഴും ഈ പല പല ചിട്ടകൾ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾക്ക് അന്നേരമൊക്കെ ഗോപിയേട്ടൻ്റെ വീട്ടിൽ പോയി പഠിക്കുന്ന അങ്ങനെ ഞാൻ ശിഷ്യൻ കൂടിയാണ്. ഏതായാലും ഗോപിയേട്ടൻ്റെ ഈ ഇന്നത്തെ ഈ ദിവസം മറ്റ് ഒട്ടനവധി ഗുരുക്കന്മാർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം എന്ന് വേണം പറയാം. വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ശിഷ്യകൾ, ഒരുപാട് പേർ ഗോപിയേട്ടൻ്റെ പേരിൽ ഗോപിയേട്ടൻ്റെ കല കൊണ്ട് തന്നെ ലോകം മുഴുവൻ പല കലാകാരന്മാരും കേരളം മുഴുവൻ എന്നാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. പല കലാകാരന്മാരും ഇവിടെ അവരൊക്കെ വന്നു ചേർന്നിട്ടാണ് ഈ പരിപാടി ഭംഗിയാക്കുന്നത്. ഗോപിയേട്ടൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും
അനുഗ്രഹിക്കുന്നു. ഗോപിയുടെ ആത്മാവിനെ ലക്ഷ്യാമെന്നേതുവരെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ നൃത്ത പരിപാടിക്ക് പക്കയൊരുക്കിയിരിക്കുന്ന ആദരണീയരായ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. വായ്പാട്ട് ശ്രീ ജയൻ പെരുമ്പാവൂർ, മൃദംഗം ശ്രീ ആർ.വി. സന്തോഷ്, വയലിൻ ശ്രീ ബാബുരാജ് പെരുമ്പാവൂർ.